ഹലോ, നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കൻ കറി എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഹെർബ്സ്, അതായത് പുതിനയും മല്ലിയിലയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈൽ ചിക്കൻ കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ നാരങ്ങയുടെ പീസ്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, സവാള നീളത്തിൽ അരിഞ്ഞത്. ഇതിനൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ, കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ്സ് എന്ന് പറയുന്നത്, പിന്നെ കുറച്ച് ഗരം മസാല, അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, പിന്നെ ഒരു ചെറിയ പീസ് തക്കോലം, പച്ചമുളക്, പിന്നെ ഇവിടെ മല്ലിയിലയും പുതിന ഇലയുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും എണ്ണയും ആവശ്യമാണ്. എണ്ണ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ ഓയിൽ, റെഗുലർ ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതൊന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴഞ്ഞു കഴിയുമ്പോൾ സവാള അരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് ബ്രൗൺ ആവുന്ന നേരം കൊണ്ട് നമുക്ക് മസാല അരച്ചിട്ട് വരാം. ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. മസാല ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഈ ഉള്ളിയിലേക്ക് ഞാൻ നേരത്തെ 2 ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നു. ഒന്ന് മഞ്ഞൾപ്പൊടി, അതിപ്പോൾ ചേർക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി, അതും ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഈ ഉള്ളിയുടെ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുക്കായി വരട്ടെ. ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് കുക്കായി സോഫ്റ്റ് ആവുന്നവരെ ഇത് നമുക്ക് കുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഒരു ലേശം ഉപ്പ് നമുക്ക് ഈ തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായി കുക്കാവട്ടെ. അപ്പോൾ മസാലയൊക്കെ നല്ലോണം മിക്സായി തക്കാളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. മസാല ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് മസാലയിൽ നല്ലപോലെ പരത്തിയെടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ്റെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് മസാലയിലേക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കുറച്ച് നേരം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
നാരങ്ങ പിഴിയാം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചിക്കൻ കുക്കാവാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ചിക്കൻ കുക്കാവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമില് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ കറി കുക്കായിട്ടുണ്ട്. ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് ഗ്രേവി വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ അതനുസരിച്ച് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്. അപ്പം ഞാൻ അതൊന്ന് പുറത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നിർത്തിക്കോളൂ. തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് വറുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇടാം. അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്, പക്ഷെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഗ്രീൻ ചിക്കൻ കറി റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തി, പറാട്ട, റൈസ് എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.